ക്രമസമാധാന പാലനത്തിൽ തികഞ്ഞ പരാജയമായ പിണറായി സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത പരാതികളാണ് ആഭ്യന്തര വകുപ്പിന് നേരെ ഉയർന്നിട്ടുള്ളത്. ലഹരി ഗുണ്ടാ മാഫിയ സംഘങ്ങൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും കൊലപാതക പരമ്പരകളും തുടർക്കഥയാവുകയും ചെയ്യുമ്പോൾ പോലീസ് സംവിധാനങ്ങൾ നിഷ്ക്രിയമാകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. സംസ്ഥാനം ഭരിച്ച ഒരു സർക്കാരും നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങളാണ് 2ാം പിണറായി സർക്കാരിലെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിട്ടുള്ളത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയെയും പ്രതിക്കൂട്ടിലാക്കി ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുന്ന അസാധാരണമായ സ്ഥിതിവിശേഷങ്ങളാണ് കേരളം കണ്ടത്. ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കി ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരിതെളിച്ച് ഭരണകക്ഷി MLA ആയിരുന്ന PV അൻവർ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങളുടെ അലയടികൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്നും മുഴങ്ങുകയാണ്. സ്വർണ്ണക്കടത്ത് പങ്കുപറ്റലും കൊലപാതകവും കേസുകൾ അട്ടിമറിക്കലും ഉൾപ്പെടെ ഒട്ടനവധി ആരോപണങ്ങൾക്ക് വിധേയരായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും സംരക്ഷിച്ച് മുഖ്യമന്ത്രി PV അൻവറിനെ തള്ളി ആരോപണങ്ങൾക്ക് പുകമറ സൃഷ്ടിച്ച് താൽക്കാലികമായി തടിതപ്പുകയായിരുന്നു. കസ്റ്റഡി മരണങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും മാവോയിസ്റ്റ് വേട്ടയ്ക്ക് മറവിലെ നരഹത്യകളും ആഭ്യന്തര വകുപ്പിൻ്റെ തികഞ്ഞ വീഴ്ചകളെ വരച്ചു കാട്ടുക തന്നെയാണ്. ഭരണ രാഷ്ട്രീയ പിൻബലത്തിൽ ലഹരി മാഫിയ ഗുണ്ടാ സംഘങ്ങൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും കൊലപാതക പരമ്പരകളും തുടർക്കഥയായി മാറുമ്പോഴും പോലീസ് സംവിധാനങ്ങൾ നിഷ്ക്രിയമാകുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയങ്ങളുടെ ആക്കം കൂട്ടുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ ക്രമസമാധാന രംഗം താറുമാറാക്കി എന്ന വലിയ പരാതിയും വിമർശനവുമാണ് സമസ്ത മേഖലയിലും ഉയർന്നു വരുന്നത്. ഇന്ത്യ കാണാത്ത ഉയർച്ചയിലേക്ക് കേരളത്തിലെ ടൂറിസം വളരുമെന്ന പ്രഖ്യാപനമായിരുന്നു പിണറായി സർക്കാർ 2ാം തവണയും മുന്നോട്ട് വെച്ചത്. എന്നാൽ വളർന്ന ടൂറിസം മേഖലയെ കുത്തനെ കൂപ്പുകുത്തിക്കാനാണ് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളത്. പാളിപ്പോയ ഒരു കൂട്ടം പ്രോജക്റ്റുകളുടെ പേരാണ് കേരള ടൂറിസം. വാട്ടർ അതോറിറ്റി, വനം വകുപ്പ്, ഫിഷറീസ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയുടെ നടത്തിപ്പുകൾ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എല്ലാം പൂർണ്ണ പരാജയമാണ് എന്ന് അടിവരയിട്ട് പറയാൻ കഴിയുന്ന പദ്ധതികളാണ്. UDF ഭരണകാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും വേണ്ട രീതിയിൽ പരിപാലിക്കാൻ ടൂറിസം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പുതിയ നിരവധി പദ്ധതികൾ ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദിവാസി ജനവിഭാഗങ്ങൾക്കായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ എല്ലാം ഉന്നതിയിലെ ജനങ്ങളെ പ്രദർശന വസ്തുവാക്കിയാണ് സർക്കാർ ഖജനാവിലേക്ക് പണം കണ്ടെത്തുന്നത്. സംസ്ഥാനം ഒട്ടാകെ ടൂറിസം മേഖലയിലും ഈ ഗതിയാണ് എന്നുള്ള സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലും ഈ രീതിയിൽ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വിനോദസഞ്ചാര മേഖലകളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളും പാവപ്പെട്ട കച്ചവടക്കാരും പെരുവഴിയിലാകും.